കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പേഷ്യന്റ് പേര് നോക്കിയേ, പേഷ്യന്റ് ഹിസ്റ്ററി. ഇവിടെ പേഷ്യന്റ് പേര് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അബോറാക്വാലിൻ അല്ലേ? കാണുന്നുണ്ടോ? പേഷ്യന്റ് പേര് അബോറാക്വാലിൻ എന്ന് പറയുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്, അലർജീസ് ഇത്രയും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ പേഷ്യന്റ് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ള കാര്യം? ഇത്രയും വെച്ച് നോക്കുമ്പോ ഫീമെയിൽ ആണ്, ലീവ്സ് വിത്ത് ഹെർ സൺ എന്ന് പറയുന്നുണ്ട്. അതെ, തൊട്ട് താഴെ അല്ലെ. അതാ ഇവിടെ നോക്കിയേ, വേറെ ഇത്രയും ഒരു ഇൻഫർമേഷൻ. ഞാനിപ്പോ ഈ ബോക്സ് ഇട്ടിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം അറിയാൻ യാതൊരു വഴിയില്ല അല്ലെ? എന്താണെങ്കിലും ഉണ്ടോ? ഒരു ഇൻഫർമേഷനും ഇല്ല അതിനകത്ത്, ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ ഇതാ താഴോട്ട് നോക്കുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ സോഷ്യൽ ഹിസ്റ്ററിക്കകത്ത് ജസ്റ്റ് എഴുതിയിട്ടുണ്ട് എന്താ, ലീവ്സ് വിത്ത് സൺ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോ നിങ്ങളിപ്പോ ഈ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ ലെറ്ററിന് അല്ലെങ്കിൽ ഈ അബോറാക്വാലിന് നിങ്ങൾ എന്തായിരിക്കും കൊടുക്കുക? സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ എന്തായിരിക്കും കൊടുക്കുക? മിസ് ആണോ? MS കൊടുക്കും. ആയിട്ടുള്ളത് MS ആണ്. കാരണം സണ്ണെന്നുണ്ടെങ്കിലും നമ്മൾ MS എഴുതുന്നതാണ് സേഫ്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്താ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പോ പല അഭിപ്രായങ്ങൾ വരാം അല്ലെ? കാര്യം എന്താ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ലിവ്സ് വിത്ത് സൺ എന്ന് പറഞ്ഞാലും നമ്മുടെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഒരിക്കലും അവർക്ക് ഓക്കെ മകനുണ്ടല്ലോ അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞായിരിക്കും എന്നുള്ള രീതി, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇവർക്ക് മിസ്സസ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ട് ചാർത്തി കൊടുക്കരുത്. ഓക്കെ, ഇതിനകത്ത് എടുത്ത് പറയാണ് അബോറാക്വാലിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ അങ്ങാലും ഒരു മിസ്സസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ മിസ്സസ് കൊടുത്തോ, നോ ഇഷ്യൂസ്. ഇനി അതേസമയം ഇവിടെ നോക്കിയേ, ഫാമിലി ഹിസ്റ്ററി ഡേറ്റ നോട്ട് അവൈലബിൾ അല്ലെ? കാണുന്നുണ്ടോ ഫാമിലി ഹിസ്റ്ററി? അപ്പോ ഇവിടെ നമുക്ക് ഇവരുടെ ഹിസ്റ്ററിക്കകത്ത് ഫാമിലി ഹിസ്റ്ററിയിൽ ഇവർ മാരീഡ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ മിസ്സസ് കൊടുത്തോ, നോ ഇഷ്യൂസ്. ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ് കൊടുത്തോ, ഒരു തെറ്റ് സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്? അതായത് നിങ്ങളുടെ ആ പറഞ്ഞിരിക്കുന്ന കൺസേൺഡ് പേരിനകത്ത് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ സേഫ് എന്ന് പറയുന്നത് നിങ്ങൾ മിസ്സാണ്. ഇനി മാരീഡ് ആണെന്ന് എഴുതിയിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ മിസ്സസ് എന്ന് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഫാമിലി ഹിസ്റ്ററിക്ക് അത് ഡേറ്റ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിരിക്കെ ലീവ്സ് വിത്ത് സൺ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും മിസ്സസ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് എന്ന് കൊടുക്കുക. ബിക്കോസ് നമുക്ക് അറിയില്ല അവർ മാരീഡ് ആണോ അല്ല എന്നുള്ള കാര്യം, ഡിവോഴ്സ്ഡ് ആണോ വിഡോഡ് ആണോ ഒരു കാര്യം നമുക്ക് അറിയില്ല. അറിയോ എന്തെങ്കിലും? ഒരു ഇൻഫർമേഷൻ ഇവിടെ ഇല്ല. ഇനി ഇതേപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആവാം അല്ലെങ്കിൽ വിഡോഡ് ആവാം. അങ്ങനെ വരുന്ന സമയത്തും ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുമായിരിക്കും ഫാമിലി ഹിസ്റ്ററിക്കകത്ത് വിഡോഡെന്നോ ഡിവോഴ്സ്ഡെന്നോ ആയിരിക്കും. പക്ഷേ നമ്മൾ അത് കണ്ടിട്ട് ഓക്കെ വിഡോഡ് എന്ന് കാണുമ്പോൾ ഓക്കെ ഹസ്ബൻഡ് മരിച്ചാണ്, മിസ്സസ് തന്നെ കൊടുക്കാം എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. അതിനകത്ത് നമ്മുടെ സേഫ് സോൺ എന്ന് പറയുന്നത് പേഷ്യന്റ് അവിടെ ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സേഫ് സോൺ ടു ബി ബെറ്റർ ദൻ മിസ് എന്ന് കൊടുക്കുക, MS എന്ന് കൊടുത്ത് എഴുതുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ ഒരു ഓക്കെ ഇനി ആ മിസ് മിസ്റ്റർ മിസ്സസ് എഴുതുന്നതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഈ അബോറാക്വാലിൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ ക്ലിയർ ആക്കി. ഈ അബോറാക്വാലിൻ എന്ന് പറയുന്നത് പറഞ്ഞോ സാർ മിസ് എന്ന് പറഞ്ഞില്ലേ, മിസ് MS ഇടുന്നത് എപ്പോഴും 30 എബോവ് ആയിട്ടുള്ള അൺമാരീഡ് ആയിട്ടുള്ള വുമൻസിനല്ലേ കൊടുക്കുന്നത്? 30 എബോ അല്ല, ഞാൻ വീണ്ടും ക്ലിയർ ആക്കി തരുന്നു നിങ്ങൾക്ക് 17 വയസ്സിന് എബോ ആയിട്ടുള്ളവർക്ക് നിങ്ങൾ MS കൊടുത്തോ, നോ ഇഷ്യൂസ്. ഓക്കെ, അതിൽ ഡൗട്ട് നിങ്ങൾ വെക്കണ്ട. 17 ഇയേഴ്സ് ഓർ എബോ, 16 ഇയേഴ്സ് ഓർ ബിലോ ആയിട്ടുള്ള ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ MIS യൂസ് ചെയ്യും. MIS ഓക്കെ, MISS മിസ് യൂസ് ചെയ്യും. അത് ഇപ്പൊ അതുപോലെ യൂസ് ചെയ്യേണ്ട. അതെ, അത് പക്ഷെ ഇപ്പൊ അതുപോലെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് നെയിം മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് പെൺകുട്ടികളാണെങ്കിൽ MISS നമ്മൾ യൂസ് ചെയ്യും, ആൺകുട്ടികളാണെങ്കിൽ മാസ്റ്റർ എന്ന് യൂസ് ചെയ്യും. ഇപ്പൊ അത് രണ്ടും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലി ഫസ്റ്റ് നെയിം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, OETയുടെ ഇതിൽ കണ്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ക്ലിയർ ആണ്. എനിവേ നിങ്ങൾ 17 ഇയേഴ്സ് ഓർ എബോ നിങ്ങൾ MS വെച്ച് എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ 16 ഓർ ബിലോ MISS അല്ല, MISS നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അത് MISSും മാസ്റ്ററും തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സിംപ്ലി ഫസ്റ്റ് നെയിം മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ അതാ ഞാൻ പറയാൻ വന്നേ. അബോറാക്വാലിൻ എന്ന് പറയുന്ന ഒരു 15 വയസ്സുള്ള കുട്ടി ആയിരുന്നെങ്കിൽ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അബോറ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ആ ഒരു പേര് മാത്രം നമുക്ക് എഴുതിയാൽ മതിയായിരിക്കും. ഇനി വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അല്ലെങ്കിൽ പർപ്പസ് പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ എവിടെ ഫസ്റ്റ് പേര് എഴുതുന്നത്, റിഗാർഡിംഗ് അല്ലെങ്കിൽ റെഫറൻസ് വന്നിട്ട് നമ്മൾ RE കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ പേര് എഴുതാറുണ്ട് അല്ലെ? അബോറാക്വാലിൻ എഴുതാറുണ്ട്, മിസ് അബോറാക്വാലിൻ. അപ്പൊ ഇവിടെ നമ്മൾ MS അബോറാക്വാലിൻ നമ്മൾ ഇടും. ഇനി അതേസമയം
ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ നേരത്തെ ശീലിച്ചു വന്നത് മിസ് ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് ക്വാലിൻ എന്ന് എഴുതുമായിരുന്നു. ഇപ്പൊ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ കൂടെ ഫുൾ നെയിം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവിടെ മാത്രം ഓക്കെ, ആ ഒരു സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക, അബോറ ക്വാലിൻ എന്ന് കൂടെ യൂസ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ ലെറ്റർ പറയുമ്പോൾ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഞാനപ്പോ ഈ പേരിന്റെയും ഈ മിസ്സിന്റെയും മിസ്സസിന്റെയും ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്, അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഈ സംഭവങ്ങളെല്ലാം? ഓക്കെ അല്ലേ? ആ പിന്നെ എന്താ ഇപ്പൊ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നോക്കാം. എന്താ ഇപ്പൊ ഇതിനകത്ത് തന്നെ ലൈക്ക് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ ഹിസ്റ്ററീസ് നോക്കിയാൽ ലിവ്സ് വിത്ത് എ സൺ പറയുന്നുണ്ട്, ഡ്രിങ്ക്സ് എ ലോട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്വിറ്റ് സ്മോക്കിംഗ് പറയുന്നുണ്ട്, പിന്നെ 3 months ക്വിറ്റ് സ്മോക്കിംഗ് 3 months ഒക്കെ പറയുന്നുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഡേറ്റ നോട്ട് അവൈലബിൾ. അപ്പം ഇത് എന്ന് പറയുന്ന ഒരു നോട്ട് ഫോം ആണ് ഈ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനെ വേണം നമ്മൾ റെലവന്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഫോമാറ്റായിട്ട് എഴുതാൻ. അപ്പൊ എങ്ങനെ എഴുതാം, നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ സോഷ്യലി എന്ന് പറഞ്ഞ് എഴുതുന്നവരുണ്ട്, അതൊന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച രീതിയിൽ അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഓക്കെ, സിംപ്ലി എന്താ ഇതിനെ സെന്റൻസ് ഫോമിൽ എഴുതുക. ഓക്കെ, വേണമെങ്കിൽ എന്താ മിസ് ക്വാലിൻ ലിവ്സ് വിത്ത് എ സൺ എന്ന് പറഞ്ഞൂടെ, എന്നിട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എന്ന് പറയാം, നമുക്ക് ഇവിടെ പുള്ളിക്കാരിക്ക് സ്മോക്കിങ്ങിന്റെ ഹാബിറ്റ് ഇല്ല, നിർത്തി എന്ന് പറയുന്നുണ്ട്. ഇതൊരു കുഞ്ഞു ലെറ്റർ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഓക്കെ, വളരെ ചെറിയൊരു ലെറ്റർ ആണ്, ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇത് സിംപ്ലി കഴിഞ്ഞു. പേഷ്യന്റ് ഒരു UT ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. ഓക്കെ, റൈറ്റിംഗ് ടാസ്ക് നിങ്ങൾക്ക് വായിക്കാം. ഒരു റെഫറൽ ലെറ്റർ ആണ്. ഫർദർ ട്രീറ്റ്മെന്റ് ടു ഡോക്ടർ കാത്തറിൻ മാത്തൽ, മറീനോ കിഡ്നി സെന്റർ. അഡ്രസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈ അഡ്രസ്സിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇവിടെ ഓരോരുത്തർ കോമ ഉണ്ട്, കാണുന്നുണ്ടോ? ഈ കാത്തറിൻ മാത്തൽ വന്നിട്ട് അറ്റ് മറീനോ കിഡ്നി സെന്റർ, 3/77 സൗത്ത് ടെറസ്, WA ഓസ്ട്രേലിയ. കണ്ടോ ഇത്രയും കാര്യങ്ങൾ? ഈ കോമ ഇട്ടിരിക്കുന്നത് ഈ നിങ്ങൾ തൊട്ട് താഴത്തെ ലൈനിലോട്ട് അതായത് മറീനോ കിഡ്നി സെന്റർ നിങ്ങൾ ഫസ്റ്റ് ലൈനിൽ എഴുതിയിട്ട് സെക്കൻഡ് ലൈനിൽ നിങ്ങൾ 3/77 സൗത്ത് ടെറസ്, WA എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആദ്യം എഴുതിയിരിക്കുന്ന മറീനോ കിഡ്നി സെന്റർ കഴിഞ്ഞിട്ട് കോമ ഇടരുത്, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് കോമ എഴുതിയിരിക്കുന്ന ഒരേ ലൈനിലുള്ള കാര്യത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ 3/77 സൗത്ത് ടെറസ്, WA ഓസ്ട്രേലിയ എന്നുള്ള ഒരു ഒറ്റ ലൈനിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ WA കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ കൊടുക്കുക. അല്ല, ഇനി ഓസ്ട്രേലിയനെ തൊട്ട് താഴത്തെ ലൈനിലാണ് എഴുതുന്നതെങ്കിൽ WA കഴിഞ്ഞിട്ട് കോമ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ WA എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അറിയായിരിക്കും വെസ്റ്റ് ഓസ്ട്രേലിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫുൾ ഫോം ആയിട്ടോ എന്താ അബ്രിവേഷൻ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തുണ്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ആണ്, ഇതൊന്നും എക്സ്പാൻഡ് ചെയ്തേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന എന്താണോ അത് എഴുതുക, നിങ്ങൾ അത്രേ ചെയ്യാനുള്ളൂ. പക്ഷെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ശരിയായിട്ട് എഴുതുക. ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങളുടെ മാർക്ക് പോകുന്ന ഏരിയ ആണ് എന്താ ഈ ഒരു അഡ്രസ് പോർഷൻ. നിങ്ങൾ നന്നായിട്ടായിരിക്കും ലെറ്റർ എഴുതുന്നത്. ഓക്കെ, നന്നായിട്ടായിരിക്കും ലെറ്ററിന്റെ ബോഡി പാരഗ്രാഫ് എഴുതുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് നിങ്ങളുടെ ആ ഒരു അഡ്രസ് പോർഷൻ അല്ലെങ്കിൽ ഡേറ്റ് എഴുതുന്ന പോർഷൻ നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കും. അത് നിങ്ങൾ OET കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ സ്കോർ വരുമ്പോഴും നിങ്ങൾക്ക് ഗ്രേഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല എന്താ നമുക്ക് എന്തിലാ ഗ്രേഡ് പോയെന്നുള്ള കാര്യം. ഇല്ലേ, അറിയുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോ നമ്മൾ വീണ്ടും അത് തെറ്റിക്കും, അത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ വീണ്ടും ക്ലിയർ ചെയ്ത് പറയുന്നു, നിങ്ങൾ ആ 5 minutes കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു സജഷൻ ആണ് എന്റെ, എന്താ ആ 5 minute നിങ്ങൾ തറവായിട്ട് റീഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൻ കോൺസെൻട്രേഷൻ നിങ്ങൾ ഈ ഒരു അഡ്രസ് പാർട്ടിൽ കൊടുത്തിട്ട് ആ അഡ്രസ്സും അപ് ടു ആ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ് എഴുതുന്ന വരെ ഒന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കി പ്ലാൻ ചെയ്യാൻ പോവുക. കാര്യം എന്താ, അപ്പൊ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് വരെയുള്ള ഒരു പോർഷൻ നിങ്ങൾ തെറ്റിക്കാതെ എഴുതും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ബാക്കിലോട്ട് നിങ്ങൾ പോവാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം. നിങ്ങൾ എങ്ങനെ പഠിച്ച് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ കൺവീനിയന്റ് ആണെങ്കിൽ അങ്ങനെ. എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് എന്താ, തെറ്റുന്ന ഒരു പ്രോബബിലിറ്റി കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, കാര്യം ഇവിടെ ഇപ്പോ ഡോക്ടർ കാത്തറിൻ മാത്തൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഡോക്ടർ കാത്തറിൻ മാത്യു എന്ന് എഴുതി വെച്ചാൽ അത് ശരിയാവോ? എല്ലിന് പകരം ഇല്ല. നമ്മൾക്ക് ഇവിടെ ഓൾറെഡി ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെ, ഇതിനെ നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ലെറ്ററിലോട്ട്. അപ്പൊ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ നിങ്ങൾ തെറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ മാർക്ക് പോകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ? പ്രത്യേകിച്ച് അഡ്രസ്സ് നമ്മുടെ തന്നെ ഒരു കാര്യമാവട്ടെ, നമ്മുടെ തന്നെ ഒരു ആവശ്യം ആയിക്കോട്ടെ, നമ്മുടെ അഡ്രസ്സ് നമ്മളത് കറക്റ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് കിട്ടണമെന്നുണ്ടോ കറക്റ്റ് സമയത്ത്? നമ്മൾ അതിനെ തിരിച്ച് ദേഷ്യപ്പെടാറില്ലേ ആരടുത്താണെങ്കിലും? സെയിം സംഭവം തന്നെയാണ്. നമ്മളിവിടെ അഡ്രസ്സ് തെറ്റുമ്പോൾ ആലോചിക്കുക, പേഷ്യന്റ് സൈഡിൽ നിന്ന് ആലോചിക്കുക, ആ പേഷ്യന്റ് എമർജൻസി ആയിട്ട് കിട്ടേണ്ടിരുന്ന സർവീസ് ആയിരിക്കും, അതവിടെ മുടങ്ങല്ലേ? എന്തുകൊണ്ട്? നമ്മുടെ നെഗ്ലിജൻസ് കാരണം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഒന്നുമില്ല, എന്ത് ചെയ്യുക, സിംപ്ലി നിങ്ങൾ എഴുതുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക. ദെൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉറപ്പുവരുത്തുക അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ എങ്കിലും നിങ്ങൾ സ്പെയർ ചെയ്ത്
മിനിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയം, മാക്സിമം കിട്ടിയാൽ ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മിനിമം നിങ്ങൾക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ എങ്കിലും ലാസ്റ്റ് കിട്ടിയാൽ ആദ്യമേ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യാന്ന് പറയും. ഏറ്റവും ലാസ്റ്റ് പരീക്ഷ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഈ എഴുതിയിരിക്കുന്ന റെസിപ്പിയന്റിന്റെ പേര്, അഡ്രസ്സ്, എഴുതിയിരിക്കുന്ന ഡേറ്റ്, അപ് ടു ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ക്രോസ് ചെക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറായിട്ട്. ഓക്കെ ആണോ? അത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എന്താ, വെറുതെ ചുമ്മാ വായിച്ചു വിടാൻ നിൽക്കരുത്. നിങ്ങളുടെ ആ എഴുതുന്ന പെൻസിലിന്റെ പുറകു വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് പോയി വായിക്കുക. ഓരോ വരിയായിട്ട് അല്ലെങ്കിൽ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന സമയം, നിങ്ങൾക്ക് ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്തും കൂടെ നോക്കുക, നിങ്ങൾ എഴുതിയിരിക്കുന്ന ലെറ്ററിനകത്ത് ജെൻഡർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഒന്നോ രണ്ടോ ഹിയോ ഷിയോ മാറി എന്ന് വന്നിട്ട് വലിയ സംഭവം ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, എന്നാലും ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക എന്തെങ്കിലും വന്നിട്ടുണ്ടോ, തെറ്റ് പറ്റിയിട്ടുണ്ടോ, പങ്ക്ച്വേഷൻസിൽ തെറ്റ് വന്നിട്ടുണ്ടോ. ഇതൊക്കെ ഒരുപാട് മാറിയാലേ അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് വന്നാലേ നിങ്ങൾക്ക് വലിയ ഹ്യൂജ് ലോസ് ആയിട്ട് വരാൻ പോകുന്നുള്ളൂ എന്തായാലും. പക്ഷെ ആ എഴുതുന്ന അഡ്രസ്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരാതെയോ അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയന്റ് ഡീറ്റെയിൽസ് എഴുതുമ്പോഴോ ഉള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് ഇൻക്ലൂഡിംഗ് പർപ്പസ് പാരഗ്രാഫ്. ഓക്കെ അല്ലേ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞു. ആ, ഈ അഡ്രസ് ഇതില് ചിലപ്പോ ഒരു 4 ഡിജിറ്റ് നമ്പർ കാണാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ വരും. അതെ അത് പറഞ്ഞുതരാം, ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കൂടെ ഈ ഓസ്ട്രേലിയയുടെ കൂടെ ഒരു 4051 ഉണ്ടായിരുന്നു വെച്ചോ. ഓക്കെ, അപ്പോ ഇതെന്തായാലും ഒരു വലിയ ഡേറ്റ് ആയി പോയി. വേണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ നമ്മൾക്ക് താഴെ എഴുതിയിട്ട് ഒരു ലൈനിൽ ഓസ്ട്രേലിയ എഴുതിയിട്ട് കോമ ഇട്ടിട്ട് 4051 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് അത് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ എന്ന് എഴുതിയിട്ട് തൊട്ട് താഴെ വേണമെങ്കിലും 4051 എന്ന് എഴുതാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന്റെ കൂടെ തന്നെ കോമ ഇടുക, ദെൻ ആ 4051 എന്ന് കൂടെ എഴുതുക. ഓക്കെ ആണോ? എന്തായാലും ഒരു പോസ്റ്റ് കോഡ് നിങ്ങൾ ഒരേ ലൈനിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റത്തെ പ്ലേസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇൻ ബിറ്റ്വീൻ ഒരു കോമ ഇട്ടതിന് ശേഷം വേണം പോസ്റ്റ് കോഡ് എഴുതാനായിട്ട്. പോസ്റ്റ് കോഡ് ഓൾവേസ് വരുന്ന സമയത്ത് മിക്കപ്പോഴും മെജോറിറ്റി ഓഫ് ദ കേസസിലും ലാസ്റ്റേ വരാറുള്ളൂ പോസ്റ്റ് കോഡ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. സാർ, ആ ലെറ്റർ 180 to 200 പറഞ്ഞില്ലേ, അത് വേർഡ്സ് കറക്റ്റ് അല്ലെങ്കിലും അത് രണ്ടാമത്തെ പേജിന്റെ 1/4 വന്ന് നിക്കണം, അങ്ങനെയുണ്ടോ? 1/4 അല്ല, ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമ്മള് നോർമലി നിങ്ങൾക്ക് ഒരു തന്നിരിക്കുന്ന ഒരു ലെറ്റർ, ഞാൻ ഒരു സെക്കൻഡ്, ഒരു എക്സാമ്പിൾ, നമ്മൾ റാങ്കോങ് സാമ്പിളിന്റെ ലെറ്റർ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു ലെറ്റർ കാണിക്കാം. ഒരു സെക്കൻഡേ, കാണുന്നുണ്ടോ ഈ പേജ്? കുറച്ചുകൂടെ സൂം ചെയ്യണോ? മാറ്റാം, ഒരു സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ റൈറ്റിംഗിന്റെ പേപ്പർ തന്നെയാണ്. സോ റൈറ്റിംഗിന്റെ പേപ്പറിൽ ഇപ്പോൾ ഉള്ള ജസ്റ്റ് ഒരു കോമൺ ലെറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു, റാങ്കോങ് സാമ്പിളിന്റെ ലെറ്റർ. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ബാക്കി താഴോട്ട് ഇത്രയും സ്പേസ് ഇല്ലേ? ഇത് ഇത്രയും വരെ നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് തന്നെയാണ് താഴോട്ട് വരെ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു സാമ്പിൾ പേപ്പർ കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ റഫ് വർക്കിന് വേണ്ടിയിട്ട്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അതിൽ നിങ്ങൾക്ക് റഫ് വർക്ക് വേണ്ടി ചെയ്യാൻ തന്നെയാണ്, അല്ലാതെ നിങ്ങൾ അതിനകത്ത് എഴുതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മാർക്ക് പോവില്ല, അതിനകത്ത് എഴുതി തൊട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നതുമില്ല. ഓക്കെ, സോ നിങ്ങൾ ഉറപ്പായിട്ടും അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ അതിനെപ്പറ്റി യാതൊന്നും പറയുന്നില്ല. യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് യൂസ് ചെയ്യുക. ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നിങ്ങൾ എഴുതി ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോ നമുക്ക് ഇതിലോട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ഈ ആൻസർ പേപ്പറിന്റെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ എന്താ, ഓൺലി ആൻസേഴ്സ് ഓൺ പേജ് 1 ആൻഡ് പേജ് 2 വിൽ ബി മാർക്ക്ഡ്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ റെലവെന്റ് ഇൻഫർമേഷൻസ് ഇവർ തന്നിരിക്കുന്ന സ്ട്രക്ചർ വെച്ചാണെങ്കിൽ എങ്ങനെ പോയാലും ഈ ഒരു സെക്കൻഡ് പേജിന്റെ ഹാഫ് ഇത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ ആൾക്കാർ എഴുതുന്ന രീതിയാണ്. അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ വലിയ ഉരുട്ടി എഴുതുന്ന വലിയ ലെറ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ കുഞ്ഞായിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് പോലെ ചിലപ്പോൾ നെക്സ്റ്റ് പേജിൽ തീരുന്നത് പോലെ ആയിരിക്കില്ല ഈ ഉരുട്ടി എഴുതുന്നവരുടെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ആൾക്കാരുടെയും ഡിപ്പെൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വലിയ അക്ഷരം എഴുതുന്ന ആൾക്കാർ ഒരിക്കലും പേടി, അയ്യോ എന്റെ ലെറ്റർ നെക്സ്റ്റ് പേജിൽ പകുതി വരെ ഒന്നും നിൽക്കുന്നില്ലല്ലോ, അങ്ങനെയുള്ളൊരു സംഭവം, അങ്ങനെയുള്ള സംഭവമല്ല. ഓക്കെ, നിങ്ങളിപ്പോ എത്ര വലുതായിട്ട് എഴുതുന്നവരാണെങ്കിലും എങ്ങനെയൊക്കെ പോയാലും ഈ 2 പേജിനകത്ത് നിങ്ങളുടെ ലെറ്റർ നിൽക്കും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഇത്രയും നാളത്തെ ഒരു ലെറ്റർ വന്ന കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു സജഷൻ വെച്ചിട്ടാണ് പറയുന്നത് എന്താ, ഇതിന്റെ ഒരു 3/4 1/4 എന്നല്ല, ഇതിന്റെ ഒരു 3/4 എങ്കിലും ലെറ്റർ നിൽക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ വലുതായിട്ട് എഴുതുന്നവരാട്ടെ ചെറുതായിട്ട് എഴുതുന്നവരാട്ടെ അത് ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ റൈറ്റിംഗിന്റെ ആ സ്റ്റൈലോ അല്ലെങ്കിൽ സൈസോ പോലെ ഇരിക്കും. എങ്ങനെയൊക്കെ പോയാലും നമ്മൾ റെലവെന്റ് ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്ത് എഴുതി ചേർക്കുന്നതെങ്കിൽ ഈ കാണിക്കുന്ന സെക്കൻഡ് പേജിന്റെ ഒരു ഹാഫ് പോർഷൻ വരെയെങ്കിലും നിങ്ങളുടെ ലെറ്റർ നിൽക്കാം.
അല്ലാതെ മാൻഡേറ്ററി ആയിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലെറ്ററിനകത്തോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലെറ്ററിന്റെ ലാസ്റ്റ് വരെ എഴുതരുത്, പകുതി വരെ എഴുതാവൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് എഴുതുന്നതിൽ വേറെ മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇത്രയും കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഇത്രയും നാൾ എഴുതിയിട്ടുള്ളവരാണ് ഉറപ്പായിട്ടും. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ള എന്താ, നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം പോയാൽ ഈ ലെറ്ററിന്റെ ഒരു ഹാഫ് വരെ എഴുതിയിട്ടുള്ളൂ നിങ്ങളുടെ ഒരു പേജ് ഇല്ലേ? ചില ലെറ്റേഴ്സ്, സാമ്പിൾ ലെറ്റേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എക്സാം ലെറ്റേഴ്സ് അല്ലാത്ത എക്സസൈസ് ലെറ്റേഴ്സ് കാണും, പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള. അത് ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നത് അല്ലെങ്കിൽ OET മെഡിസിന്റെ പോലത്തെ ലെറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ ലെറ്റേഴ്സ് സെക്കൻഡ് പേജിന്റെ അവസാനം വരെ എത്തിയിട്ടുണ്ടായിരിക്കാം. വളരെ റയർ കേസസിൽ. മെജോറിറ്റി ഓഫ് ദ കേസസിൽ എന്തായാലും 3/4 ഓഫ് ദ ലെറ്റർ അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ സെക്കൻഡ് പേജ് കൊണ്ട് നമ്മുടെ ലെറ്റേഴ്സ് കഴിയാറുണ്ട്. ഓക്കെ. പിന്നെ ഒരുപാട് പേർക്ക് പറ്റുന്ന പ്രശ്നം എന്താ, ഫസ്റ്റ് പേജിൽ ലെറ്റർ കഴിയാറുണ്ട്. ഓക്കെ. അപ്പോ അതിന്റെ സംഭവം എന്ന് വെച്ചാൽ എന്താ, സെക്കൻഡ് പേജ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് പേജിലോട്ട് പോയിരിക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ലെറ്റർ. ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ലെറ്റർ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കുറച്ചും കൂടെ കൊടുത്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണോ? ഈ കൂടുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് കുറയുന്നത്. കാര്യം റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാതെ വെറുതെ സിംപ്ലി നോട്ട് ഫോം മാത്രമായിട്ട് എഴുതിയാൽ നിങ്ങളുടെ ലെറ്റർ വലുതാവോ? ഇല്ല അല്ലെ? നമ്മൾ ഉറപ്പായിട്ട് അതിനെ എന്തായിട്ട് തന്നെ എഴുതേണ്ടി വരും, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ലെറ്റർ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എഴുതേണ്ടി വരും. എന്നാലേ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് അറ്റ്ലീസ്റ്റ് കയറുകയെങ്കിലും ചെയ്യുള്ളൂ. ഓക്കെ. അല്ലാതെ ഇതിനകത്ത് നിങ്ങളിപ്പോ ഒരു 201 പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഫെയിൽ ആവുകയോ 180 എന്ന് പറയുന്നത് 179 എന്ന് പറഞ്ഞ് ഫെയിൽ ആവുകയോ അങ്ങനെയുള്ള സംഭവമേ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യം മെയിൻ ആയിട്ട് പാസ്പോർട്ട്, ഹാൾ ടിക്കറ്റ്, ഈ കാര്യങ്ങൾ. പിന്നെ സൗദിയിലൊക്കെ എക്സാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കൺസേൺഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം മേക്ക് ഷുവർ ചെയ്യുക. മോർണിംഗ് തന്നെ നമ്മുടെ ഹാളിൽ എത്തുക. രാവിലെ തന്നെ 7:30, 8 കൂടി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആവശ്യമുള്ള പെൻസില്, എറൈസർ, ഷാർപ്പനർ ഇതൊക്കെ കിട്ടുമെങ്കിലും നിങ്ങളുടെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊക്കെ. ഓക്കെ. പാസ്പോർട്ട് എടുക്കാൻ മറക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ. പിന്നെ പെൻസിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എഴുതുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഫൈൻ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. എനിവേ നിങ്ങൾ ഗ്രൂപ്പിൽ എന്തായാലും ഭയങ്കര താങ്ക് യു, ഭയങ്കര സന്തോഷം. നിങ്ങൾ ഒരുപാട് നല്ല ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാവരും എക്സാം ഗ്രൂപ്പിൽ. ഗ്രൂപ്പ് ഫുള്ളായി, ഏകദേശം 2 ഗ്രൂപ്പും ഫുള്ളാണ്. അപ്പോൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. റീഡിംഗ്, ലിസണിങ് നിങ്ങൾക്ക് നല്ല യൂസ് ആയെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അപ്പൊ അതിൽ തന്നെ ഭയങ്കര സന്തോഷം. ആ ഗ്രൂപ്പിൽ പറ്റുന്ന സമയത്തൊന്നും മിക്കപ്പോഴും ടൈം കിട്ടാറില്ല മോണിറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മിസ്റ്റേക്സ് വരുന്ന സമയത്ത് ഞാൻ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, അതും കിട്ടുന്ന സമയത്തൊക്കെ. അപ്പോൾ എനിവേ ഇൻ ബിറ്റ്വീൻ ഇതേപോലെ എക്സാംസിന് മുന്നേ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്ന് സെഷൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം മാക്സിമം.